പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പൂവെല്ലാം തൊട്ട് ഉപ്പ് വെച്ച ബലിയിലേക്ക് 3 പ്രാവശ്യം വെള്ളം കൊടുക്കും. അത് കൈക്കൊള്ളേനെ പ്രാർത്ഥിച്ച് തൊട്ടുവരയിൽ വയ്ക്കുക. നടുഭാഗത്ത് വെള്ളമെടുത്തോളൂ. രണ്ടാമത്തെ നടുഭാഗത്ത് മനസ്സിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിലെ ഈ തലമുറയിൽ മരിച്ചു പോയിട്ടുള്ള അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ആരാണെങ്കിൽ അവരെ മനസ്സിൽ പ്രാർത്ഥിക്കുക. അവരുടെ ആത്മാവിന്റെ മക്കൾ പ്രാർത്ഥിക്കുക. ബലിവെക്കുകയാണെന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക. ദർബയുടെ നടുഭാഗത്ത് വെച്ചോളൂ. കൈയൊന്ന് ശുദ്ധാക്കി എല്ലാ പൂവെടുത്ത് അവരെ കൈ കൊടുക്കുന്ന വെള്ളമായി മനസ്സിലുള്ള വെച്ച് ബലിയിലേക്ക് കൊടുത്തോളൂ. സന്തോഷമായി കൈക്കൊള്ളുന്നതിന് പ്രാർത്ഥിക്കുക. അടുത്തോറിലെടുത്തോളൂ. മനസ്സിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിലെ മുൻപ് മരിച്ചുപോയ സകല കാരണവന്മാരെയും മനസ്സിൽ പ്രാർത്ഥിക്കുക. മുൻപ് മരിച്ചുപോയ ബലിവെക്കാന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക. ഗർഭയുടെ കൈഭാഗത്ത് വെച്ചോളൂ. കൈ കഴുകി അവരെ തൃപ്തിപ്പെടുത്തുന്നതിനായി കൊടുക്കുന്ന വെള്ളമായി മനസ്സിൽ പ്രാർത്ഥിച്ച് എല്ലാ പൂവെല്ലാം തൊട്ട് ആ ബലിയിലേക്ക് വെള്ളം കൊടുക്കും. ഈ രണ്ട് കൈയും തൊഴുത് മനസ്സിൽ പ്രാർത്ഥിക്കുക. നിങ്ങളെ കൂടാതെ ഈ കർമ്മങ്ങള് ഈ കുടുംബത്തില് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവര് കൊടുക്കുന്ന വെള്ളമായി മനസ്സിൽ പ്രാർത്ഥിക്കുക. നിങ്ങളെ കൂടാതെ നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും ഈ കർമ്മങ്ങൾ പങ്കുകൊള്ളാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ കൊടുക്കുന്നതായി പ്രാർത്ഥിക്കുക. എല്ലാ പൂവെല്ലാം തൊട്ട് ഗർഭയുടെ നടുഭാഗത്ത് 3 പ്രാവശ്യം വെള്ളം കൊടുക്കുക. ഇല്ലത്തിൽ വെച്ചോളൂ. സ്വാമിജി അത്തിരി തിരിയില്ല. സ്വാമി ഒരു തിരി കത്തിച്ചാൽ അക്ക എണ്ണ